എന്താണ് ദുബായിലേക്ക് വരവിന്റെ ഉദ്ദേശം? ഇല്ല, ദുബായിലേക്ക് വരുമെന്ന് വെച്ചാൽ തപസ് എന്ന് പറയുന്നത് തളിപ്പറമ്പ് അസോസിയേഷനാണ്. വർഷങ്ങൾക്ക് മുന്നേ അറിയാം. തപസ്സിൻ്റെ പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ പഠിച്ച കുറേ പേര്, എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ തപസ്സിലെ അംഗങ്ങളാണ്. ജഗദീഷ് ഏട്ടൻ, ഞങ്ങളെല്ലാം രാജേഷ് ഏട്ടൻ അടക്കം തപസ്സാണ്. വിനയൻ, അങ്ങനെ തുടങ്ങി ലേഖ, ബിന്ദി, അങ്ങനെ കുറേ, ശ്രീജ, രമേശൻ നമ്പ്യാർ, രമേശ് ഏട്ടൻ. അപ്പോൾ തപസ്സിൻ്റെ ഒരു വേദിയിൽ വരിക എന്നുള്ളത് പണ്ടേ ഉള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ തപസ്സിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഷാർജയിൽ അവതരിപ്പിച്ചിട്ട് പോയി, അബുദാബിയിൽ അവതരിപ്പിച്ചിട്ട് പോയി ഈ പെണ്ണട്. അപ്പോൾ തപസ്സിന്റെ വേദിയിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഈ വരവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രത്യേകിച്ചും തളിപ്പറമ്പ് അസോസിയേഷൻ പെണ്ണടൻ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തളിപ്പറമ്പുകാരുടെ മുന്നിൽ, അതും പ്രവാസികളായ തളിപ്പറമ്പുകാരുടെ മുന്നിൽ, തളിപ്പറമ്പുകാർ മാത്രമല്ല നാടകം കാണാൻ വരിക, അല്ല തപസ്സിന്റെ പരിപാടി കാണാൻ വരിക, എല്ലാവരും വരും. അപ്പോൾ കമ്മാര സംഭവവും വിഷുവിന് വരുന്നു. നാളെ എവിടെയാണ് ഷോ? നാളെ അൽഗസീസ് അല്ലേ? അൽഗസീസിൽ ന്യൂ പ്രൈവറ്റ് സ്കൂൾ ദുബായ്. 3:30 അവരുടെ തപസ്സിന്റെ പരിപാടി തുടങ്ങും. സർഗോത്സവം എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഞാൻ കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷുണ്ട് ഗാനമേള. എൻ്റെ നാടകം എനിക്കൊന്നൊരു 6 മണിക്ക് തുടങ്ങാൻ പറ്റും. 1 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട്. എന്തായാലും ഒരു വ്യത്യസ്തത പറയുന്ന എപ്പോഴും അതൊരു ക്ലേശിയാണ്, വ്യത്യസ്തത. എന്തായാലും പ്രവാസി മലയാളികൾ ഈ ഒരു നാടകവും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമ്മൾ സിനിമയിലേക്ക് തന്നെ തിരികെ വന്നാൽ, സിനിമ ഇപ്പോൾ ഒരു മലയാള സിനിമ പ്രത്യേകിച്ച് ഒരു മാറ്റത്തിന്റെ പാതയിലാണ് എന്ന് പലപ്പോഴും പറയേണ്ടി വരും. ഒരു റിയലിസ്റ്റിക് സിനിമയുടെ കാലത്തേക്കൊക്കെ നമ്മൾ കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മഹേഷിന്റെ പ്രതികാരം തുടങ്ങി ഇങ്ങോട്ട് ഒട്ടേറെ ചിത്രങ്ങൾ. എങ്ങനെയാണ് ഇപ്പോഴത്തെ സിനിമകളെ ഒന്ന് വിലയിരുത്തിയത്? തീർച്ചയായിട്ടും ഞാൻ പരമാവധി എല്ലാ സിനിമകളും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അത് വലിപ്പച്ചെറുപ്പം നോക്കാറില്ല. ഈ മഹേഷിന്റെ പ്രതികാരം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആമി വളരെ നല്ല ഒരു ബയോപിക് പറഞ്ഞ് നല്ല സിനിമയായിരുന്നു. പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പടർത്തിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയ, മലയാള സിനിമയുടെ ഉറപ്പാണ്. ആ സിനിമ ഭയങ്കര ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നെ പൂമരം എന്ന് പറഞ്ഞ സിനിമയും ഞാനേറെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പൊ കമ്മാര സംഭവത്തിലെത്തിയിരിക്കുകയാണ്. പിന്നെ രമേഷ് പിഷാരുടെ പഞ്ചവർണ്ണ തത്വം സിനിമയാണല്ലോ. നമ്മളെല്ലാവരെയും ഒത്തുകൂടുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററാണ്. എല്ലാവരും അവിടെ ജാതിയോ മതമോ വർഗമോ ഭേദമോ പൈസക്കാരനോ പൈസ ഇല്ലാത്തവനോ നിറമോ ഒന്നും നോക്കില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന്, പ്രൈം മിനിസ്റ്റർ ആയാലും കൂലിപ്പണിക്കെടുക്കുന്ന ആളായാലും എല്ലാവരും. കാരണം ഈ കലയെ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. പ്രത്യേകിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. അത്രയും ലോകം മുഴുവൻ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സിനിമ നടന്മാർ മാത്രമല്ല, ഒരുപാട് ടെക്നീഷ്യന്മാർ ജീവിക്കുന്ന ഒരു മേഖല കൂടിയാണ്. സിനിമ വ്യവസായം ആണ്. അത് ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർക്കോ നടനോ മാത്രമല്ല അതിൻ്റെ വിഹിതം പോകുന്നത്, ആ നാട്ടിലും കൂടിയാണ്. കാരണം പുലിമുരുകൻ സിനിമയൊക്കെ അത്രയധികം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല മുനിസിപ്പാലിറ്റി ചെയർമാൻമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മുനിസിപ്പാലിറ്റിക്കായാലും പഞ്ചായത്തിനായാലും കോർപ്പറേഷനായാലും ഭയങ്കരമാണ്. അത് ഡയറക്റ്റ് കിട്ടുന്നൊരു വരുമാനമാണ്. അതിൻ്റെ അടുത്തുള്ള കടക്കാർ രക്ഷപ്പെടും, അങ്ങനെ ലോട്ടറിക്കാർ രക്ഷപ്പെടും. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു മെയിൻ. ഇതിൽ ഈ മുഖ്യധാര സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഞാൻ കുറച്ചൊരു ഓഫ് ട്രാക്കിൽ പോകണം. അതായത് സിനിമയിൽ നിന്ന് മാറി ഒന്ന് സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഇങ്ങനൊരു സിനിമയിൽ പോകുമ്പോൾ അതായത് ഒരുപാട് ആരാധകരും പല വിഭാഗത്തിലുള്ള ആളുകളാണ് ഒരു ആരാധകരായിട്ടൊക്കെ എത്തിച്ചേരുന്നത്. സന്തോഷ് കീഴാറ്റൂർ നടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല രാഷ്ട്രീയ ചിന്തകളോ അല്ലെങ്കിൽ മറ്റു പല ചിന്തകളുള്ള ആളുകളുണ്ടാവാം. അവർക്കൊക്കെ മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരകമാകുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയപരമായ മാറ്റങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈയിടെ സമയത്ത് കടന്നു പോയിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മധുവിൻ്റെ മരണം, അതിനെക്കുറിച്ച് പ്രതികരിച്ചത്, കോഴിക്കോട് പ്രതികരിച്ചത് ഒരു വല്ലാത്ത രീതിയിലാണ്. മറ്റാരും പ്രതീക്ഷിക്കാത്തൊരു തരത്തിലാണ് മധുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അപ്പോൾ അതങ്ങനെയൊക്കെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ അങ്ങനെ ആരാധകരൊന്നുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. എൻ്റെ നാടകമായാലും സിനിമയായാലും. ഞാൻ വളർന്നു വന്നത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തെരുവ് നാടകം കളിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൻ്റെ കൂടിയായിരുന്നു. അപ്പോൾ തെരുവ് നാടകം, സ്ട്രീറ്റ് പ്ലേ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ പൊളിറ്റിക്സ് തന്നെയാണ്. പല അനീതികൾക്കെതിരെയും തിന്മകൾക്കെതിരെയും തന്നെയാണ് തെരുവ് നാടകം കളിക്കാറ്. അങ്ങനെ പല അവതരണങ്ങളും ചെയ്തു. ഈ മധുവിൻ്റെ അന്നും ഈ പറഞ്ഞ പോലെ ഒരു ഷൂട്ട് നടക്കുകയായിരുന്നു കോഴിക്കോട് ഷൂട്ട് നടന്നത് കസബ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. അതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത് മഹാറാണി ഹോട്ടൽ.
തലേന്ന് രാത്രി ഇങ്ങനെ വാട്സപ്പിലൊക്കെ വാർത്ത കണ്ടു, പക്ഷെ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടില്ല. പിറ്റേന്ന് രാവിലെ ആ ഷൂട്ട് കഴിഞ്ഞ് 11 മണിക്ക് കഴിഞ്ഞു റൂമിലെത്തി. പിന്നെ ഈവനിങ്ങിലേ ഉള്ളൂ. റൂമിൽ വന്ന് നോക്കുമ്പോഴേക്കാണ് ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴേക്കും വല്ലാത്തൊരു, കാരണം ഒരു മനുഷ്യനെ കുറേ പേർ ചേർന്നിട്ട് അടിച്ചു കൊല്ലുക, അത് സെൽഫി എടുക്കുക. അതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയപ്പോൾ ചെറിയ മാനസിക അസ്വാസ്ഥ്യമുള്ളൊരു മനുഷ്യനായിരുന്നു. കുറച്ചരിയും കുറച്ച് മുളക് പൊടിയൊക്കെ കട്ടതിൻ്റെ പേരിൽ ആൾക്കൂട്ട മാഫിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആൾക്കൂട്ട സദാചാരം കമ്മിറ്റി, അതൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം കേരളം അത്രയധികം പുരോഗമിച്ചൊരു നാടും കൂടിയാണ്. ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞ എല്ലാ രീതിയിലും, വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും എല്ലാ രീതിയിലും. പക്ഷെ എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ആയി മാറാൻ പറ്റുന്നത്? സാങ്കേതികത്വം കൂടുതൽ കൂടുതൽ വരുമ്പോഴും നമ്മളതിൻ്റെ ഗുണവശങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് മനുഷ്യനെ അടിക്കുന്ന സെൽഫി എടുക്കുക, ഇത് വല്ലാതെ ഒരു വല്ലാത്ത രീതിയിൽ, എന്താണെന്നറിയില്ല, നമ്മളെ അങ്ങനെയാണല്ലോ, നമുക്കൊരു വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യുകയും ഇപ്പം ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കണം. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു സമരസ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതിനു മുന്നേയും പല സ്ഥലത്ത് പോയിട്ടൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന്, ഇതൊരു സ്ക്രിപ്റ്റൊന്നുമില്ല, എനിക്കൊന്ന് മധുവായി മാറണം എന്ന് തോന്നി. കൃത്യം 2 മണിക്ക്, ഞാൻ ആ സമയത്ത് ഉച്ചഭക്ഷണം പോലും ഞാൻ ഒഴിവാക്കി. 2 മണിക്ക് ഏതോ ഒരു എൻ്റെ ഒരു പത്ര സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്ലേ കളിക്കാൻ പോകുന്നുണ്ട്, ടൗണിലേക്ക് വരണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഇവരുടെ ഗ്രൂപ്പുകളൊക്കെ വിട്ട് 2:15 ഞാൻ ചെരുപ്പൂരിടാതെ നട്ടപ്പൊരിയുന്ന വെയിലായിരുന്നു പ്ലേ കളിച്ചത്. ആ പ്ലേ കളിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കോർണർ കളിക്കുക എന്നതിലപ്പുറം സ്ട്രീറ്റ് പ്ലേ എപ്പോഴും പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഉപയോഗിക്കണം എന്നാണ് പറയാറ്. പാളയം സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് SM സ്ട്രീറ്റ് അവസാനിക്കുന്ന രീതിയിൽ പ്ലേ കളിച്ചു. ഈ സ്ട്രീറ്റ് പ്ലേ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡയറക്റ്റ് കിട്ടുന്നൊരു പ്രതികരണം ഉണ്ടല്ലോ. അപ്പോൾ ഈ പാളയത്തിൽ നിന്ന് തുടങ്ങിയ ആൾക്കാർ കൂടി SM സ്ട്രീറ്റ് എത്തുമ്പോഴേക്കും ഒരു വലിയ ജനങ്ങളായി മാറി. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പുറം നാടുകളിൽ എത്തിക്കുന്നത് മീഡിയ ആണ്. എല്ലാ മീഡിയാസും വന്നു, പ്ലേ കളിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്കും കോഴിക്കോട് ടൗൺ പ്രതിഷേധ ആളിക്കത്താൻ തുടങ്ങി. സന്തോഷ് കീഴാറ്റൂർ എന്നാണ് പേര്. കീഴാറ്റൂർ എന്നുള്ള ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ ഈ അടുത്ത സമയങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന സമയമാണ്. അതിൽ ആദ്യ സമയത്ത് കീഴാറ്റൂരിന്റെ ആ ഒരു അവിടുത്തെ ഹൈവേക്കുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം അക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യ സമയത്ത് സന്തോഷ് കീഴാറ്റൂർ എന്ന നടൻ അല്ലെങ്കിൽ ആ നാട്ടുകാരൻ എടുത്ത ഒരു നിലപാടും, അതിനുശേഷം അന്ന് അടങ്ങിയ ആ സമരം വീണ്ടും അത് വന്നപ്പോൾ എടുത്ത നിലപാടും തമ്മിലുള്ള ഒരു വിരുദ്ധത, ആ വിരുദ്ധതയെ പലരും ചോദ്യം ചെയ്യുന്നു. അന്ന് വിമർശിച്ച പല ആളുകളും അത് തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാൻ ശ്രമിച്ചതും അത് എങ്ങനെയാണ് ആ ഒരു സംഭവം? അല്ല, ആദ്യം പിന്നെ കീഴാറ്റൂരുകാർ പെട്ടെന്നാണ് ഒരു വാർത്ത അറിഞ്ഞത്. അതുവരെ അറിയില്ല. കാരണം ഹൈവേ വികസിക്കുന്നു, പുതിയ ഹൈവേ വരുന്നു, അത് വേറെ പൂക്കോത്ത് തെരുവ് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് പോകുന്നതെന്നാണ് അറിഞ്ഞത്. അവിടെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കീഴാറ്റൂരിലൂടെയാണ്, കീഴാറ്റൂർ ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു നാടാണ്, ഭയങ്കര ഈ വയലും കുളവും തോടും ഒക്കെ അറിയാലോ, ഭയങ്കര സുന്ദരമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് കീഴാറ്റൂർ. 250 ഏക്കറോളം വയലുകൾ നഷ്ടപ്പെടും. ഒരു 10 മീറ്റർ 12 മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ട് നികത്തിയിട്ടാണ് റോഡ് നിർമ്മിക്കാൻ പോകുന്നത്. ഒത്ത വയലിൻ്റെ നടുവിലൂടെയാണ് റോഡ് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കി. അപ്പോൾ എല്ലാ കീഴാറ്റൂർക്കാരും ഒരുമിച്ചു. അത് പറ്റില്ല. കീഴാറ്റൂർ ടൗണിൽ നിന്ന് ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. അങ്ങനെ അത്രയും ഹൈറ്റിൽ റോഡ് വന്നു കഴിഞ്ഞാൽ 2 പ്രദേശമായി മാറും. ആദ്യഘട്ടത്തിൽ എല്ലാവരും സമരം ചെയ്തു. ആ സമരം ചെയ്ത് അവിടെ ഏറ്റവും അറിയില്ല ഒരു പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറെ സ്വാധീനമുള്ളൊരു പ്രദേശമാണ് കീഴാറ്റൂർ. അതിൽപ്പെട്ട പ്രവർത്തകരെല്ലാവരും കൂടി സമരം ചെയ്തു. പിന്നീട് നിരന്തരമായി ചർച്ചകൾ തുടങ്ങി, കലക്ടറായിട്ടും മന്ത്രിയായിട്ടും ചർച്ച തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സമര പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു. സമര പദ്ധതിക്ക് രൂപം കൊടുത്ത് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടത്. ആ സമരത്തിൻ്റെ കൂടെ നിൽക്കുകയും, കാരണം നാടിൻ്റെ ഭാഗമായി നിൽക്കുക, വികസനം വേണം, തീർച്ചയായിട്ടും വേണം, റോഡുകൾ വികസിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ പരിസ്ഥിതി പരമാവധി പരിപാലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഉള്ള വികസനം വേണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സമര രൂപം മാറാൻ തുടങ്ങി. സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് പരിസ്ഥിതി സ്നേഹമോ നാടിൻ്റെ സ്നേഹമോ അല്ല അവരുടെ മനസ്സിൽ. വ്യക്തികളോടുള്ള ദേഷ്യം, അല്ല ചില പ്രസ്ഥാനങ്ങളോടുള്ള ദേഷ്യം. ഒരു നാട്ടിലെ കുറച്ച് പേർ ചേർന്ന്, അല്ലെ കുറേ പേർ ചേർന്നിട്ട്, കുറച്ച് പേരല്ല കുറേ പേർ ചേർന്നിട്ട് ആദ്യം തുടങ്ങിയ സമരത്തിലേക്ക് എല്ലാവർക്കും വരാം, അത് വരണ്ടെന്ന് പറയുന്നില്ല നമ്മുടെ. പക്ഷെ
മറ്റുള്ള രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. ഇതിനെയാണ് ഞാൻ ആദ്യം ചോദ്യം ചെയ്തത്. ഇതിനെ ചോദ്യം ചെയ്ത സമയത്ത് അത് എൻ്റെ വാക്കുകൾ അവർക്ക് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ശരി, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമരത്തിൽ നിന്നും മാനസികമായി ഞാൻ പിൻവാങ്ങി. കൂടുതലൊന്നും ഇടപെട്ടില്ല, പോട്ടെ പറഞ്ഞു. പിന്നെ ഈ മന്ത്രിയുമായിട്ടുള്ളൊരു ചർച്ച നടക്കുന്നു. മന്ത്രിയുമായിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അലൈൻമെൻറ്റ് വേറൊരു ഭാഗത്തേക്ക് മാറാം, കൂടുതൽ വയലുകൾ പോകാതെ മാറാം എന്ന് പറഞ്ഞ് സമരക്കാരും ഒക്കെ കൈ കൊടുത്ത് പിരിഞ്ഞ് നാട്ടിൽ വന്ന് പടക്കം പൊട്ടിച്ച് പായസ വിതരണം ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തി സമരം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഓ, രക്ഷപ്പെട്ടു. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും സമരം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചില നിലപാടുകളുണ്ടല്ലോ. അപ്പം എന്തിനാണ് മന്ത്രിയുടെ മുന്നിൽ പോയിട്ട് കൈ കൊടുത്തത്? എന്തിനാ മന്ത്രി പറഞ്ഞത് ഓക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ വന്ന് സമരം തീർച്ചയായും അവസാനിപ്പിക്കുന്നത്? പക്ഷെ അപ്പോഴാണ് പിന്നീടാണ് ഇത് മനസ്സിലാവുന്നത്, ഇത് ഒരു പ്രകൃതി സ്നേഹമോ പരിസ്ഥിതി സ്നേഹമോ എന്നതിലപ്പുറം വ്യക്തികളോടുള്ള ദേഷ്യം, അല്ലെ ചില ആൾക്കാർക്ക് ഇവിടെ വന്ന് സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ഒരു നാടിൻ്റെ സമാധാനം നശിപ്പിക്കാനുള്ള ശ്രമം, ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സമരം ചെയ്യുന്നവർ അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഞാനും ഒരു കീഴാറ്റൂർക്കാരനാണ്. ഏറ്റവും കൂടുതൽ ആദ്യം ഈ കീഴാറ്റൂരിൻ്റെ പേര് പുറത്ത് എത്തിച്ച ഒരാൾ ഞാനും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലായാലും എന്നെ നിരന്തരം വിളിക്കുന്ന, അപ്പോൾ എൻ്റെ നിലപാട് അറിയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സമരക്കാരുടെ കൂടെയില്ല, ഞാൻ നാടിൻ്റെ വികസനത്തിൻ്റെ കൂടെയാണ്. ആ വികസനത്തിൻ്റെ കൂടെ എന്ന് പറയുമ്പോഴും പരിസ്ഥിതി മുഴുവൻ തകർത്തുകൊണ്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുകയും ചെയ്യില്ല. ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് അഭിനയ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അല്ല, ഞാനത് കക്ഷി രാഷ്ട്രീയമായിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ പോകാറില്ല. പിന്നെ എല്ലാം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ നമ്മൾ ഈ രാഷ്ട്രത്തെ ജീവിക്കാൻ പാടില്ല. സിനിമയിൽ വന്നിട്ട് അഭിനയം മാത്രമേ കാണണ്ടൂ. ഞാൻ ഇന്ന നിലപാട് എടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു തെറ്റാണ്. എല്ലാവരും വ്യക്തികളല്ലേ, അവന്റെ സ്വാതന്ത്ര്യമില്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കലാകാരന്മാർ വോട്ട് ചെയ്യണ്ട, ആരും കാണാതെ വോട്ട് ചെയ്യാം. വോട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ ആരുടെ ഒന്നും അഭിപ്രായം പറയാൻ പാടില്ല, ഒരു വിഷയത്തിലും അഭിപ്രായം പറയാൻ പാടില്ല. അത് ഇരട്ടത്താപ്പാണെന്ന് എൻ്റെത്. പിന്നെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്, ഇതെല്ലാം വ്യക്തികൾ. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ അദ്ദേഹത്തെ എരി വിളിക്കണ്ട, അതൊന്നും എനിക്കൊന്നും ഇടപെടാൻ പറ്റില്ല. പിന്നെ ഇതൊന്നും ഞാൻ പറയും, ഇതൊന്നും സ്വപ്നം കണ്ടിട്ട് കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് വന്ന ഒരാളല്ല ഞാൻ. കലാകാരനാവുക, ഭൂമിയിലുള്ള കാലത്തോളം കല കൊണ്ട് മാത്രം ജീവിക്കുക, കലാകാരനാവുക എന്ന് ഇത് മാത്രമേ സ്വപ്നമുള്ളൂ. എന്തായാലും സിനിമയും നാടകവും ഒപ്പം ഉറച്ച നിലപാടുകളും ഒക്കെയായി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരട്ടെ. ആശംസകൾ. ഇതോടൊപ്പം തന്നെ മറക്കാതെ എല്ലാവരും സന്തോഷ് കീഴാറ്റൂർ ദുബായിൽ എത്തിച്ചേർന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെൺനടൻ എന്ന ആ ഒരു നാടകം, ഓച്ചിറ വേലുക്കുട്ടി നായർ എന്ന ആ ഒരു പ്രശസ്തനായ പ്രഗത്ഭനുമായ നടന്റെ ജീവിത സാഹചര്യങ്ങൾ ഒരു നാടകത്തിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. നിരവധി വേദികൾ പിന്നിട്ട അബുദാബിയിലും ഷാർജയിലും ഒക്കെ ചെയ്ത അതേ ഒരു നാടകം തന്നെയാണ് ദുബായിലെ കാഴ്ചക്കാർക്കായി അദ്ദേഹം എത്തിക്കുന്നത്. മറക്കാതെ നാളെ എല്ലാവരും ഗിസൈസിലുള്ള ന്യൂ വേൾഡ് പ്രൈവറ്റ് സ്കൂളിലെത്തി ആ നാടകം കൂടി കണ്ട് സന്തോഷിനെ അനുഗ്രഹിക്കണം എന്ന് ആണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ഏറെ സന്തോഷം.